നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസീസിനെ കുറിച്ചിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസിയും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പോൾ എല്ലാവരും എന്താണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും നിങ്ങൾ ഒരു തവണ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആയി തന്നെ തുടരുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് തെറ്റാണ്. യൂട്യൂബ് ഇതിനെക്കുറിച്ചിട്ട് ധാരാളം പോളിസീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ വ്യൂസ് കുറയുകയോ ഇല്ല, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ 4000 വാച്ച് അവേഴ്സ് കുറഞ്ഞു വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥിതിയിൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷന് എന്ത് സംഭവിക്കും? ഇത് ധാരാളം പേര് കമൻസ് വഴി ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് 2-3 വശങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണെന്ന് നമ്മൾക്കൊന്നൊന്നായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, യൂട്യൂബിൽ 2 രീതിയിലുള്ള മോണിറ്റൈസേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് ഹാഫ് മോണിറ്റൈസേഷനും ഒന്ന് ഫുൾ മോണിറ്റൈസേഷനും. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഫുൾ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടാണ്. അതായത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും തികഞ്ഞിട്ട് കിട്ടുന്നതാണ് ഫുൾ മോണിറ്റൈസേഷൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് പൈസ വന്നുകൊണ്ടും ഇരിക്കുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറയോ ഇല്ല, കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നത് നിർത്തിവെക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പഴയ വീഡിയോസിൽ കൂടി നിങ്ങൾക്ക് വ്യൂസ് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ആ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പണം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോസും ഇടുന്നില്ല, ഒരു 3 മാസം വരെ നിങ്ങൾ വീഡിയോസ് ഒന്നും തന്നെ വീഡിയോസോ ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റോ ഒന്നും തന്നെ ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വന്നിട്ട് ഡീമോണിറ്റൈസ് ആയിട്ട് മാറും. അപ്പോൾ യൂട്യൂബ് 3 മാസം വരെ നോക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആകും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും. എല്ലാ 7 ദിവസങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വാച്ച് അവേഴ്സ് സ്റ്റുഡിയോയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വ്യൂസ് മൊത്തം നിന്നു, നിങ്ങൾ ചാനലിലും വർക്ക് ചെയ്യുന്നില്ല, ഇല്ല വീഡിയോസ് അത്രയധികം ഇടുന്നില്ല, ഇല്ലെങ്കിൽ വ്യൂസ് വളരെ കുറവായിട്ടാണ് വരുന്നത്. അങ്ങനെ ഇരുന്നാൽ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ചിട്ട് ഇന്നത്തെ ഡേറ്റിൽ നിന്നും പിറകോട്ട് 365 ദിവസങ്ങൾ എടുക്കുമ്പോഴേക്കും 4000 അവേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മോണിറ്റൈസേഷൻ കണ്ടിന്യൂ ആകുകയുള്ളൂ. 4000 വാച്ച് അവേഴ്സിൽ നിന്നും അത് കുറയുകയോ 1000 സബ് കുറയുകയോ ചെയ്താൽ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആയി പോകും. അപ്പോൾ ഇതാണ് യൂട്യൂബ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന അപ്ഡേറ്റ്. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 365 ദിവസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഈ 4000 അവേഴ്സ് ഓഫ് വാച്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. എപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അപ്പോൾ നിങ്ങളുടെ ചാനൽ ഡീമോണിറ്റൈസ് ആക്കും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പലരും കമൻസ് വഴി ചോദിച്ചിരുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ഫാമിലി മെമ്പേഴ്സിനെ കുറേ പേരെ ഇപ്പം കാണാറില്ല. അപ്പോൾ മറന്ന് പോകാതെ തുടർന്നും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ മോട്ടിവേഷനാണ് എൻ്റെ സ്ട്രെങ്ത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളോട് വന്ന് സംസാരിക്കുവാനായിട്ട് എനിക്കും തോന്നുകയുള്ളൂ. അപ്പോൾ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും